നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരദീയ പുരാണം പൂർവഭാഗം 1-ാം പാദം 27-ാമത്തെ അധ്യായം. ഗൃഹസ്ഥ വാനപ്രസ്ഥ യതിധർമ്മ നിരൂപണം. ഗൃഹസ്ഥൻ്റെ ആചാരങ്ങളാണ് ഇനി പറയുന്നത്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. പുരുഷാർത്ഥങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. മുടി വൃത്തിയാക്കി വെക്കണം. പകലും സന്ധ്യയിലും മലമൂത്ര വിസർജനം നടത്തുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പൂണൂല് ചെവിക്ക് മുകളിൽ വെച്ച് വേണം ചെയ്യാൻ. രാത്രിയാണെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കണം. തലയിൽ തുണിയിട്ട് മൂടണം. പുല്ലുകൊണ്ട് നിലം മൂടണം. കയ്യിൽ ഒരു വടിയും പിടിച്ച് മിണ്ടാതിരിക്കണം. വഴി, തൊഴുത്ത്, നദീതീരം, തടാകം, വീട്, മരത്തണൽ, കാട്, അഗ്നിയുടെ സാന്നിധ്യം, ദേവാലയം, ഉദ്യാനം, ഉഴുതിട്ടിരിക്കുന്ന ഭൂമി, കവല എന്നിവിടങ്ങൾ ഒഴിവാക്കണം. ബ്രാഹ്മണൻ, ഗുരു, സ്ത്രീ എന്നിവയുടെ സമീപത്തോ ഭൂമി, കരി, കപാലം എന്നിവയിലോ വെള്ളത്തിലോ മലമൂത്ര വിസർജനം ചെയ്യരുത്. ശുചിയില്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാകുമെന്നതിനാൽ എപ്പോഴും വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കുക. വൃത്തി 2 തരത്തിലാണ്: ബാഹ്യവും ആഭ്യന്തരവും. മണ്ണും വെള്ളവും കൊണ്ട് ബാഹ്യമായ ശുചിത്വം നേടാം. മനസ്സ് ശുദ്ധമായിരിക്കുക എന്നതാണ് ആഭ്യന്തരം. ശൗചത്തിന് ഉപയോഗിക്കുന്ന മണ്ണ് എലിമാളത്തിൽ നിന്നോ കുളം, തടാകം എന്നിവയിൽ നിന്നോ ആകരുത്. ശുദ്ധമായ മണ്ണ് പ്രത്യേകം ശേഖരിക്കേണ്ടതാണ്. ലിംഗത്തിനൊന്നും വൃഷണങ്ങൾക്ക് 3 വീതവുമാണ് മൂത്രവിസർജനത്തിന് ശൗചം വിധിച്ചിട്ടുള്ളത്. ലിംഗത്തിന് 1, ഭൂതത്തിന് 5, ഇടത് കൈയിന് 10 അല്ലെങ്കിൽ 2 കൈയിനും 7 വീതം, കാലുകൾക്ക് 3 വീതം എന്ന ക്രമത്തിൽ മലവിസർജനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തണം. ഇത് ഗൃഹസ്ഥനുള്ളതാണ്. ബ്രഹ്മചാരി ഇതിൻ്റെ ഇരട്ടി ചെയ്യണം. വനവാസികൾ 3 ഇരട്ടി, യതികൾ 4 ഇരട്ടി. തൻ്റെ താമസ സ്ഥലത്താകുമ്പോഴാണ് ഇത്. വഴിയാത്രക്കിടയിലാണെങ്കിൽ ഇതിൽ പകുതി മതിയാകും. അസുഖമുള്ളപ്പോഴും ആപത്തുകൾ സംഭവിക്കുമ്പോഴും നിയമമില്ല. ദുർഗന്ധമില്ലാതാകുന്നതുവരെ ശുചിയാക്കണം. സ്ത്രീകൾക്കും ഉപനയനം കഴിഞ്ഞിട്ടില്ലാത്തവർക്കും ഇത് തന്നെയാണ് വിധി. വ്രതങ്ങൾ ആചരിക്കുമ്പോൾ യതികളെപ്പോലെ ശൗചം ചെയ്യണം. ഇങ്ങനെ ശൗചകർമ്മം കഴിഞ്ഞ് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിന്ന് ആചമനം ചെയ്യണം. മണമോ പതവോ ഇല്ലാത്ത വെള്ളമെടുത്ത് 3-4 പ്രാവശ്യം കുടിക്കണം. 2 പ്രാവശ്യം കവിൾ തുടച്ച് ചുണ്ടും സ്പർശിച്ചതിന് ശേഷം പെരുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്കിൻ്റെ ദ്വാരങ്ങൾ സ്പർശിക്കണം. പെരുവിരലും മോതിരവിരലും ഉപയോഗിച്ച് കണ്ണും കാതും സ്പർശിക്കണം. പെരുവിരലും ചെറുവിരലും ഉപയോഗിച്ചാണ് നാഭി സ്പർശിക്കേണ്ടത്. മാറിടം കൈത്തലം കൊണ്ട് സ്പർശിച്ച് വിരലുകൾ കൊണ്ട് ശിരസ് തൊടണം. തോളുകളും കൈത്തലവും വിരൽ തുമ്പ് കൊണ്ട് തൊടണം. ഇതാണ് ആചമന ക്രിയ. തോലോടുകൂടി ദന്തകാഷ്ഠയെടുത്ത് ചവച്ച് വെള്ളം കൊണ്ട് കഴുകി മന്ത്രം ചൊല്ലി അവസാനിപ്പിക്കണം. കൂവളം, ഹസനം, അപാമാർഗം, നിമ്പം, എരുക്ക് എന്നിവയാണ് സാധാരണ ഉപയോഗിക്കാറുള്ള ദന്തകാഷ്ഠങ്ങൾ. ആയുസ്, ബലം, യശസ്, കാന്തി, സന്തതി, ഗോക്കൾ, സമ്പത്ത്, ബുദ്ധി എന്നിവ എനിക്ക് നൽകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ചെറുവിരലിൻ്റെ വലിപ്പത്തിൽ വണ്ണമുള്ള 10 അങ്കുലം നീളമുള്ള ദന്തകാഷ്ഠം വിപ്രനും 9 അങ്കുലമുള്ളത് ക്ഷത്രിയനും 8 അങ്കുലമുള്ളത് വൈശ്യനും ഉപയോഗിക്കണം. ശൂദ്രനും സ്ത്രീയും ഉപയോഗിക്കുന്നതിന് 4 അങ്കുലം നീളം മതി. ദന്തകാഷ്ഠങ്ങൾ കിട്ടാനില്ലെങ്കിൽ 12 പ്രാവശ്യം വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തണം. ഇലയോ പുല്ലോ ഉപയോഗിക്കാം. ഇടത് കൈ കൊണ്ട് പല്ലിനടിയിൽ വെച്ച് ചവച്ച് പല്ലുകളിൽ തേച്ച് പശുവിനെ കറക്കാനെടുക്കുന്ന സമയം കഴിഞ്ഞ് തുപ്പിക്കളയാം. 2 ഇലകളെടുത്ത് നാവ് വടിച്ച് കഴുകി ദൂരെ കളയണം. വീണ്ടും ആചമനം ചെയ്ത് ശുദ്ധമായ വെള്ളമുള്ള നദിയിൽ കുളിക്കണം. തടം കഴുകി ദർഭ വെച്ചിട്ട് വേണം നദിയിൽ ഇറങ്ങാൻ. വണങ്ങി സൂര്യനിൽ നിന്ന് ജലം ആവഹിച്ച് സുഗന്ധദ്രവ്യം കൊണ്ടൊരു മണ്ഡലം തീർത്ത് വിഷ്ണുവിനെ ഓർത്ത് മുങ്ങണം. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. പുഷ്കരാദ്യാനി തീർത്ഥാനി ഗംഗാദ്യ സരിതസ്തത ആഗച്ഛന്തു മഹാഭാഗ സ്നാനകാലേ സദാ മമ. അയോധ്യ, മധുരാമായ, കാശി, കാഞ്ചീഹ്യവന്തിക, പുരി, ദ്വാരാവതി, ജ്ഞേയ, സപ്തൈത, മോക്ഷദായിക എന്ന് ചൊല്ലി നദികളെ അവിടേക്ക് ആവാഹിക്കണം. അകമർഷണ മന്ത്രം ചൊല്ലി തർപ്പണം ചെയ്ത് സൂര്യന് അർഘ്യം കൊടുക്കണം. സൂര്യനെ സ്മരിച്ച് വെള്ളത്തിൽ നിന്നും പുറത്തു വന്ന് നല്ല വസ്ത്രമുടുത്ത് ദർഭപ്പുല്ലിലിരുന്ന് സന്ധ്യാകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഗായത്രി ജപിക്കണം. ഋതം എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലി വീണ്ടും അർപ്പിക്കണം. വെള്ളമെടുത്ത് തന്നെ ചുറ്റി എറിഞ്ഞ് ഋഷി, ഛന്ദസ്, ദേവത എന്നിവയോടുകൂടി പ്രണവമന്ത്രം സ്മരിച്ച് ഭൂഹു എന്ന് തുടങ്ങുന്ന 7 വ്യാഹൃതികളാൽ തലയെ തളിച്ച് ശരീരത്തിന് പ്രത്യേകമായി ന്യാസം ചെയ്യണം. ദേവതമാരെ ആവാഹിക്കണം എന്ന് സാരം.
ഹൃദയത്തിൽ ഓങ്കാരം വിന്യസിച്ച് ശിരസിൽ ഭൂഹു ഭുവം, തലമുടിയിൽ സ്വം, കവചത്തിൽ ഭൂർഭുവഹ, കണ്ണുകളിൽ എന്നിങ്ങനെ വിന്യസിക്കണം. ഭൂർഭുവസുഹ എന്ന എല്ലാ ദിക്കുകളിലേക്കും 3 പ്രാവശ്യം കൈകൊട്ടി ഉച്ചരിക്കണം. എന്നിട്ട് താമരപ്പൂരിയിരിക്കുന്ന പ്രാതസന്ധ്യയെ ആവാഹിക്കണം. ആഗച്ഛ പരമോ ദേവി ദ്രക്ഷരേ ബ്രഹ്മവാദിനി ഗായത്രി ഛന്ദസാം മാതർ ബ്രഹ്മയോനെ നമോസ്തുതേ എന്ന് ഉച്ചയ്ക്ക് രുദ്രരൂപിണിയായ കാളപ്പുറത്തിരിക്കുന്ന ശുക്ലാംബരധരയായ ഗായത്രിയെയാണ് ആവാഹിക്കേണ്ടത്. വൈകുന്നേരം ഗരുഡന്റെ പുറത്തിരിക്കുന്ന മഞ്ഞവസ്ത്രം ധരിച്ച വിഷ്ണു സംഭവയായ സരസ്വതിയെ ആവാഹിക്കണം. ഓങ്കാരവും വ്യാഹൃതികളും 7 പ്രാവശ്യം 3 പാദങ്ങളുള്ള ഗായത്രി ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ചൊല്ലി ശിരസിൽ പ്രാണനെ നിലനിർത്തി പതുക്കെ പുറത്തേക്ക് വിടണം. ഇടതുമൂക്കിലൂടെ അകത്തേക്ക് വലിച്ച് വലതുമൂക്കിലൂടെ പുറത്തേക്ക് വിടണം. 2 പ്രാവശ്യം ആചമനം ചെയ്യണം. എന്നിട്ട് മന്ത്രം ചൊല്ലണം. രാവിലെ സൂര്യനും മധ്യാഹ്നത്തിൽ ജലവും വൈകുന്നേരം അഗ്നിയും എന്നെ രക്ഷിക്കട്ടെ അബോഹിഷ്ട എന്ന മന്ത്രം ചൊല്ലി 3 പ്രാവശ്യം തുടയ്ക്കണം. സുമിത്രിയാഹ എന്ന മന്ത്രം ചൊല്ലി മൂക്കിനടുത്ത് ജലം കൊണ്ടുവന്ന് ശത്രുനാശം വരണമെന്ന് പ്രാർത്ഥിച്ച് തലയിൽ ഒഴിക്കണം. ഹൃദംജ സത്യം എന്ന മന്ത്രം ചൊല്ലി പാപം ദൂരീകരിച്ച് അന്തശ്ചരസി എന്ന മന്ത്രം ചൊല്ലി വെള്ളം കുടിക്കണം. സൂര്യന് സുഗന്ധം, പൂക്കൾ എന്നിവ ചേർത്ത് ജലാഞ്ജലി കൊടുത്ത് സ്വസ്തികാഞ്ജലി അർപ്പിക്കണം. കൈ ഉയർത്തിയും താഴ്ത്തിയും സമയത്തിനനുസരിച്ച് അഞ്ജലി അർപ്പിക്കണം. ഉദുത്യം, ചിത്രം, തച്ചക്ഷു എന്നീ 3 മന്ത്രങ്ങളും ജപിക്കണം. സൂര്യൻ, ശിവൻ, വിഷ്ണു, മറ്റു ദേവന്മാർ എന്നിവർക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലണം. സാവിത്രിയായ ഭവതി തേജസ്സാണല്ലോ എന്ന് സ്തുതിക്കണം. 3 പ്രാവശ്യം ശരീരം കൊണ്ട് കറങ്ങി ഇവരുടെയൊക്കെ കഴിവുകളെ കുറിച്ച് ചിന്തിക്കണം. 4 മുഖങ്ങളുള്ള ബ്രഹ്മാവിൻ്റെ കണ്ണുകളാൽ ചുറ്റപ്പെട്ട കയ്യിൽ രുദ്രാക്ഷമേന്തിയ കുംഭം, സുവം എന്നിവ പിടിച്ചിരിക്കുന്ന ചന്ദ്രസമാന കാന്തിയോടുകൂടിയ ഹംസത്തിൻ്റെ പുറത്തു കയറിയ സൂര്യബിംബത്താൽ അർച്ചിതയായ ഋഗ്രൂപയായ ബ്രഹ്മാണി എന്നും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ. യൗവനയുക്തയും 3 കണ്ണുള്ളവളും വ്യാഘ്രകർമ്മമണിഞ്ഞവളും ഗഡ്വാംഗം, തൃശികം, അക്ഷസൂത്രം എന്നിവ ധരിച്ചവളും ജടാകലാപത്തിൽ ചന്ദ്രകലയുള്ളവളും വൃഷത്തിൽ സഞ്ചരിക്കുന്നവളുമായ രുദ്രാണി യജുസിൻ്റെ രൂപത്തിൽ മംഗളങ്ങൾ നൽകട്ടെ. വൈഷ്ണവി മഞ്ഞപ്പട്ടുടുത്ത് ശ്യാമവർണ്ണത്തോടെ ഗരുഡന്റെ പുറത്ത് മണിനൂപുരം, അങ്കദം, മാല എന്നിവയണിഞ്ഞ് കയ്യിൽ ശംഖചക്ര ഗദാപത്മങ്ങളോടെ ശോഭിക്കുന്നു. അവൾ മംഗളം നൽകട്ടെ. ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും ജപിച്ച് വൈകുന്നേരം ഇവരെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന് ഗായത്രി ജപിക്കണം. 1000 പ്രാവശ്യം ജപിച്ചാൽ ഉത്തമവും, 100 ആയാൽ മധ്യമവും, 10 ആയാൽ അധമവുമാണ്. ഓങ്കാരത്തോടും ഭൂർഭുവസ്വഹ എന്നതിനോടും ചേർത്താണ് 3 പാദങ്ങളുള്ള ഗായത്രി ചൊല്ലേണ്ടത്. സന്യാസികൾ 6 ഓങ്കാരങ്ങൾ ചേർത്ത് ചൊല്ലാറുണ്ട്. ഗൃഹസ്ഥൻ 1 ഓങ്കാരം ചേർത്ത് ജപിച്ചാലും മതിയാകും. ഗായത്രി ജപിച്ചു കഴിഞ്ഞ് ഗായത്രിക്കും സവിതാവിനും ജലതർപ്പണം ചെയ്യണം. ഉത്തരി എന്ന മന്ത്രം ചൊല്ലി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹത്തോടെ ദിക്കുകളെയും ദിഗ്ദേവതകളെയും നമസ്കരിച്ച് രാവിലെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഗൃഹസ്ഥൻ രാവിലെയും